Dear students, we are discussing non-aqueous solvents. Non-aqueous solventsലെ ലിക്വിഡ് അമോണിയനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലിക്വിഡ് അമോണിയയുടെ റിയാക്ഷൻസ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ലിക്വിഡ് അമോണിയയുടെ കുറച്ച് റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പറയാനുള്ളത് കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസ് ആണ്. അതായത് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ലിക്വിഡ് അമോണിയയിൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഫസ്റ്റ് എക്സാമ്പിളാണ് സിങ്ക്. സിങ്ക് ക്യാൻ ബി പ്രസിപ്പിറ്റേറ്റഡ് ആസ് സിങ്ക് അമൈഡ് ബൈ ദ അഡീഷൻ ഓഫ് പൊട്ടാസ്യം അമൈഡ് ടു സിങ്ക് നൈട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ക്യാൻ ബി പ്രസിപ്പിറ്റേറ്റഡ് ആസ് സിങ്ക് അമൈഡ്. സിങ്ക് എങ്ങനെയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്? സിങ്ക് അമൈഡ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് ബൈ ദ അഡീഷൻ ഓഫ് പൊട്ടാസ്യം അമൈഡ്. അതായത് സിങ്ക് നൈട്രേറ്റിലേക്ക് പൊട്ടാസ്യം അമൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് അമൈഡ് എന്ത് ചെയ്യുന്നു? പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, സിങ്ക് നൈട്രേറ്റിലേക്ക് പൊട്ടാസ്യം അമൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് അമൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന സിങ്ക് അമൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസോൾവ് ചെയ്യിക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന പൊട്ടാസ്യം അമൈഡിൻ്റെ അളവ് എക്സസ് ആണെങ്കിൽ, ഓൺ ആഡിങ് എക്സസ് ഓഫ് പൊട്ടാസ്യം അമൈഡ് ദ സിങ്ക് അമൈഡ് ഡിസോൾവ്സ് ഫോമിങ് ആൻ അമിഡോ കോംപ്ലക്സ്. ദാറ്റ് കോംപ്ലക്സ് ഈസ് K2Zn NH2 4 times. എങ്ങനെയാണ്? സിങ്ക് നൈട്രേറ്റും പൊട്ടാസ്യം അമൈഡും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് അമോണിയയിൽ സിങ്ക് അമൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഉണ്ടാവുന്ന സിങ്ക് അമൈഡ് എക്സസ് എമൗണ്ട് ഓഫ് പൊട്ടാസ്യം അമൈഡിൽ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്തിട്ട് സോല്യുബിൾ അമിഡോ കോംപ്ലക്സ് ഉണ്ടാകും. ഓക്കെ, അക്വസ് മീഡിയയിൽ ആംഫോട്ടറിക് ZnOH ട്വൈസ് സിങ്ക് ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷന് സിമിലറാണ് നമ്മൾ ലിക്വിഡ് അമോണിയയിൽ ഈ പറഞ്ഞ റിയാക്ഷൻ. അതായത് അക്വസ് മീഡിയയിൽ സിങ്ക് ഹൈഡ്രോക്സൈഡ് ZnOH ട്വൈസ് which dissolve in excess of alkali forming soluble hydroxo complex. അക്വസ് മീഡിയയിൽ അത് ഹൈഡ്രോക്സോ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത് എങ്കിൽ ലിക്വിഡ് അമോണിയയിൽ അത് ഫോം ചെയ്യുന്നത് സോല്യുബിൾ അമിഡോ കോംപ്ലക്സ് ആണ് എന്നതാണ് വ്യത്യാസം. ഓക്കെ, കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻ ഒരു എക്സാമ്പിളാണിത്. വേറെയും കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസ് ഉണ്ട്. സിങ്കിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ZnNO3 twice plus 2KNH2 gives in liquid ammonia gives ZnNH2 twice plus 2KNO3. The arrow mark shows it is precipitated. That zinc precipitate, അതായത് സിങ്ക് അമൈഡ് precipitate dissolves in excess amount of potassium amide gives soluble amido complex. ഓക്കെ, ഇതാണ് ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി വേറെയും റിയാക്ഷൻസ് ഉണ്ട്. Complex formation is also shown by certain other metal amides, imides and nitrides in liquid ammonia. അതായത് AgNH2 സിൽവറിൻ്റെയാണ്. സിൽവർ അമൈഡും പൊട്ടാസ്യം അമൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? സോല്യുബിൾ അമിഡോ കോംപ്ലക്സ്, പൊട്ടാസ്യത്തിൻ്റെയും സിൽവറിൻ്റെയും കോംപ്ലക്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. അതായത് സിൽവറിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും, സിൽവർ അമൈഡും പൊട്ടാസ്യം അമൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് സോല്യുബിൾ അമിഡോ കോംപ്ലക്സ് അമോണിയയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷനാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് അമോണോലൈറ്റിക് റിയാക്ഷൻസ് ആണ്. അമോണോലൈറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Ammonitic reaction is one in which a compound interacts with the solvent ammonia, causing an increase in the concentration of either NH4 plus ion or NH2 minus ion. അതായത് ഒരു കോമ്പൗണ്ട് അമോണിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡ് അമോണിയയിലുള്ള റിയാക്ഷൻസ് ആണ്. ഒരു കോമ്പൗണ്ട് അമോണിയയുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്ററാക്ട് ചെയ്തിട്ട് ഒന്നുകിൽ NH4 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു, അല്ലെങ്കിൽ NH2 മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു. അതായത് നമുക്കറിയാം ലിക്വിഡ് അമോണിയയ്ക്ക് ഓട്ടോ അയണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അമോണിയം അയോൺ NH4 പ്ലസും NH2 മൈനസാണ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓട്ടോ അയണൈസേഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ
അമോണോലൈറ്റിക് റിയാക്ഷൻ അതിൻ്റെ വേറൊരു പേരാണ് അമോണോളിസിസ്. അമോണോലൈറ്റിക് റിയാക്ഷൻ ഓർ അമോണോളിസിസ് ഈസ് വൺ ഇൻ വിച്ച് a compound interacts with the solvent ammonia, causing an increase in the concentration of either NH4 plus ion or NH2 minus ion. And this is compared to the hydrolytic reaction occur in aqueous media. This ammonolytic reaction is very similar to hydrolytic reaction occur in aqueous media. വാട്ടറിൽ നടക്കുന്ന ഹൈഡ്രോലൈറ്റിക് റിയാക്ഷനെ വളരെ സിമിലർ ആണ് ദിസ് അമോണോലൈറ്റിക് റിയാക്ഷൻസ്. അല്ലെങ്കിൽ സോൾവോലൈറ്റിക് റിയാക്ഷൻസ് എന്നും ഇതിന് പേരുണ്ട്, അമോണോളിസിസ് എന്ന് പേരുണ്ട്. ഓക്കെ, ജനറലായിട്ട് പറയുന്നതാണ് സോൾവോലൈറ്റിക് റിയാക്ഷൻസ്. അത് ലിക്വിഡ് അമോണിയ ആകുമ്പം അമോണോലൈറ്റിക് അല്ലെങ്കിൽ അമോണോളിസിസ് എന്ന് വിളിക്കും. വാട്ടർ ആകുമ്പം ഹൈഡ്രോലൈറ്റിക് എന്ന് വിളിക്കും. ഓക്കെ, ഈ typical examples for inorganic compounds undergoing ammonolysis in liquid ammonia are some of the covalent, non-metallic and metallic halides. Okay, കോവലൻ്റ് ആയിട്ടുള്ള നോൺ മെറ്റാലിക്കും മെറ്റാലിക് ഹാലൈഡ്സുമാണ് സാധാരണഗതിയിൽ അമോണോളിസിസ് നടക്കുന്നതിന് എക്സാമ്പിൾ. അയോണിക് ഹാലൈഡ്സ് ഡു നോട്ട് ടെൻഡ് ടു അണ്ടർഗോ ഹൈഡ്രോളിസിസ്. നമ്മൾ പ്രത്യേകം പറഞ്ഞു, കോവലൻ്റ് ആയിട്ടുള്ള ഹാലൈഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, റിയാക്ഷൻ നടക്കുന്നത്. അയോണിക് ഹാലൈഡ്സ് ഇങ്ങനെയുള്ള അമോണോളിസിസ് റിയാക്ഷൻ നടത്തുന്നില്ല. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അമോണോളിസിസ് റിയാക്ഷന്. BX3 ബോറോണിൻ്റെ ഹാലൈഡ്സ്. X may be fluorine, chlorine, bromine, etc. plus 6 ammonia gives BNH2 thrice plus 3NH4X. ഓക്കെ, NH4 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ് ഈ റിയാക്ഷനിൽ. 1 മുതൽ 5 വരെയുള്ള എക്സാമ്പിളിലൊക്കെയും NH4 പ്ലസിൻ്റെ കോൺസെൻട്രേഷനാണ് കൂട്ടുന്നത്. SiCl4 സിലിക്കണിൻ്റെ SiCl4 plus 8NH3 gives SiNH2 4 times plus 4NH4Cl. PCl5 plus 10NH3 gives PNH2 5 times 5 plus 5NH4Cl, etc. SnCl4 plus 6NH3 gives SnClNH2 thrice plus 3NH4Cl. അടുത്ത റിയാക്ഷൻ മെർക്കുറിയുടെ ആണ്. റിയാക്ഷൻ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക, നോക്കി വയ്ക്കുക. ഓക്കെ, 2-3 എക്സാമ്പിൾസ് എങ്കിലും പഠിച്ചു വയ്ക്കുക. മുഴുവൻ പഠിച്ചാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഒരു 3 എക്സാമ്പിൾ പകുതിയെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ആൽക്കൈൽ ഹാലൈഡ് undergoes solvolysis in liquid ammonia to yield mixture of the corresponding primary amine, secondary amine and tertiary amine. വേറൊരു റിയാക്ഷനാണ് ആൽക്കൈൽ ഹാലൈഡ് RX. X may be chlorine, bromine, iodine, etc. അപ്പോൾ RX എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡാണ്, നമുക്കറിയാം. RX plus ammonia gives RNH2. This RNH2 plus RX plus ammonia gives R2NH. This R2NH is secondary amine, this is primary amine, this is tertiary amine. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സ് അമോണിയോളിസിസ് നടന്നിട്ട് അല്ലെങ്കിൽ സോൾവോളിസിസ് ഇൻ ലിക്വിഡ് അമോണിയ, അതിനെയാണ് നമ്മൾ അമോണോളിസിസ് എന്ന് വിളിക്കുക. ടു yield a mixture of the corresponding primary amine, secondary amine and tertiary amine. Okay. ഇനി some oxyhalides undergo ammonolysis. Oxyhalides, phosphorus oxychloride പറയുന്നതാണ് POCl3 plus 6 ammonia gives PONH3 NH2 thrice plus 3NH4Cl, and SO2Cl2 plus 4NH3 gives SO2 NH2 twice plus 2NH4Cl. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ആൽക്കൈൽ ഹാലൈഡ് undergoes solvolysis in liquid ammonia to yield a mixture of the corresponding primary amine, secondary amine and tertiary amine, and the equations are given. And some oxyhalides such as POCl3 and SO2Cl2 etc. undergoes ammonolysis and the equations are given. Okay, ഇനി നമുക്ക് അമോണേഷൻ, നേരത്തെ നമ്മൾ അമോണോളിസിസ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ അമോണോലൈറ്റിക് റിയാക്ഷൻസ് ആണ് പറഞ്ഞത്. ഇനി അമോണേഷൻ അല്ലെങ്കിൽ അമോണിയേഷൻ റിയാക്ഷൻസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമീൻ കോംപ്ലക്സുകളാണ് ഫോം ചെയ്യുന്നത്. സെവറൽ അൺഹൈഡ്രസ് മെറ്റൽ സാൾട്ട്സ് അണ്ടർഗോ അമോണേഷൻ ഇൻ ലിക്വിഡ് അമോണിയ ടു ഫോം അമീൻ കോംപ്ലക്സസ്.
cobalt chloride plus 6 ammonia gives CONH3 6 times Cl2. Hexamine cobalt chloride അതാണ് ആ കോംപ്ലക്സ്. COCl2 plus 6 ammonia gives CONH3 6 times Cl2. അതുപോലെ ക്രോമിയത്തിൻ്റെയും നിക്കലിൻ്റെയും സോൾട്ടുകളും അമോണിയയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നുണ്ട്. CrCl3 plus 6 ammonia gives CrNH3 6 times Cl3. NiCl2 plus 6 ammonia gives NiNH3 6 times Cl2. ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ഇതൊന്നും ചെയ്യുന്നുള്ളൂ, ആഡ് ചെയ്യുന്നുള്ളൂ. ഈ കൊബാൾട്ടിനും ക്ലോറിനും ഇടയ്ക്ക് ഈ 6 അമോണിയ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നു. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ എളുപ്പമുള്ള ഇക്വേഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അതാണ് അമോണേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അമോണോലൈറ്റിക് റിയാക്ഷൻസ് ഓർ അമോണോളിസിസ് ആൻഡ് അമോണേഷൻ റിയാക്ഷൻസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ്. നേരത്തെ മെറ്റൽസ് ആണ് പറഞ്ഞത്. ഇനി നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഓൾസോ അണ്ടർഗോ അമോണേഷൻ ഇൻ ലിക്വിഡ് അമോണിയ ടു ഫോം അഡെക്സ്. അതായത് SO3 plus 2NH3 gives SO3 2NH3. BF3 plus ammonia gives BF3NH3. Si4 plus 2NH3 gives Si4 2NH3. അതായത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് അതുപോലെ അങ്ങോട്ട് എഴുതി വയ്ക്കുക, SO3 plus 2NH3. നമ്മൾ നേരത്തെ കേസിൽ മെറ്റൽസ് ആയിരുന്നു പറഞ്ഞത്, കൊബാൾട്ട്, ക്രോമിയം, നിക്കൽ. ഇവിടെ നമ്മൾ സൾഫർ, ബോറോൺ, സിലിക്കൺ പോലെയുള്ള നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ നോൺ മെറ്റൽസ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിൻ്റെ അമോണേഷൻ റിയാക്ഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് അമോണിയയുടെ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും ഈ ക്ലാസ്സിൽ പറഞ്ഞതും എല്ലാം കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ അമോണിയയുടെ റിയാക്ഷൻസ് കുറച്ച് കൂടുതലുണ്ട്. എന്നാൽ പോലും നമുക്കറിയാവുന്ന റിയാക്ഷൻസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് കുറേശ്ശെയായിട്ട് പഠിക്കാം. സൊല്യൂഷൻസ് ഓഫ് മെറ്റൽസ് ഇൻ അമോണിയ, ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ആൽക്കലി മെറ്റൽസിൻ്റെ സൊല്യൂഷൻ ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളർ ആവാൻ കാരണം അതുപോലെ കണ്ടക്റ്റിംഗ് ആണ്, പാരാമാഗ്നറ്റിക് ആണ്. ഇതിനെല്ലാം ഒരു റീസൺ തന്നെയാണുള്ളത്. അമോണിയേറ്റഡ് ആയിട്ടുള്ള, അതായത് സോൾവെൻറ്റിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സോൾവേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ ഇലക്ട്രോൺസാണ് ഈ ബ്ലൂ കളറിനും അതുപോലെ പാരാമാഗ്നറ്റിക് നേച്ചറിനൊക്കെ കാരണമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ് പറഞ്ഞു. അമോണിയം സാൾട്ട്സ് ഡീകളറൈസ് ദ ബ്ലൂ സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ, ലിബറേറ്റിംഗ് അമോണിയ ആൻഡ് ഹൈഡ്രജൻ. റെഡ്യൂസിങ് പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുള്ള റിയാക്ഷനാണ് അതൊക്കെ. അതുപോലെ സൂപ്പർ ഓക്സൈഡ്സും പെറോക്സൈഡ്സും എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതൊക്കെ റെഡ്യൂസിങ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. അതുപോലെ അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള മെറ്റൽ അമോണിയ സൊല്യൂഷൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് ഇറിഡിയത്തിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയും എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അതുപോലെ ഗോൾഡിൻ്റെയും. മെറ്റൽ കാർബണൈൽസ് റെഡ്യൂസ് ചെയ്യുക, റെഡ്യൂസ്ഡ് ടു കാർബണൈൽ മെറ്റലൈറ്റ്സ് ബൈ സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ. അതുപോലെ വേറെ റിഡക്ഷൻ റിയാക്ഷൻസ് ഒക്കെ ജെർമാനിയം, ഫോസ്ഫറസ്, ആർസനിക്, കോപ്പർ, ഇതിൻ്റെയൊക്കെ റിഡക്ഷൻ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ പറഞ്ഞത് നമ്മൾ അതായത് ഇലക്ട്രോൺസ് ചില കേസിൽ ഈ ഓക്സിഡൻസിന് അമോണിയയുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കോമ്പീറ്റ് ചെയ്യേണ്ടി വരും ഇലക്ട്രോൺസിന്. അങ്ങനെയുള്ള കേസുകളൊക്കെ പറഞ്ഞു. അതായത് വാട്ടറിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസും അല്ലെങ്കിൽ അത്യാവശ്യം ഓക്സിഡൈസിങ് ഏജൻ്റായി വാട്ടറിൽ ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളൊക്കെ വാട്ടറിൽ എന്തായിരിക്കും, അമോണിയയിൽ അത് വീക്കായിരിക്കും. അതിന് കാരണം അമോണിയയുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു, ഇലക്ട്രോണിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. Okay, the transfer of electrons from the reducing agents to the solvent is facilitated as the electrons tend to get solvated and stabilized. Therefore, oxidants have to compete with the solvent ammonia to accept the electrons from reductants. Okay, അപ്പോൾ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അമോണിയയ്ക്കും അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. Therefore, oxidants have to compete with the solvent ammonia.
കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ആസിഡ് ബേസ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയയാണ്. അമോണോ ആസിഡ്സും അമോണോ ബേസസും. അതിൽ ഓട്ടോ അയണൈസേഷൻ കാണിച്ചിട്ടുണ്ട്. മൂന്ന് ടൈപ്പ് ഓട്ടോ അയണൈസേഷൻ. ഫസ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഓട്ടോ അയണൈസേഷനാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. പിന്നെ 2 ഇക്വേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ കാറ്റയോണൊക്കെ സെയിം ആണ്, പക്ഷേ ആനിയോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ അമൈഡ് അയോൺ ആണെങ്കിൽ സെക്കൻഡ് കേസിൽ അത് ഇമൈഡും തേർഡ് കേസിൽ അത് നൈട്രൈഡ് അയോണുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഓട്ടോ അയണൈസേഷൻ കാണിച്ചിട്ട് നമ്മൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Any species which increase the concentration of NH4 plus will be an acid, and one which increase the concentration of NH2 minus or N3 minus will be a base in liquid ammonia. ഓക്കെ, അതിനെയാണ് നമ്മൾ അമോണോ ബേസ് എന്ന് വിളിക്കുന്നതും അതുപോലെ അമോണോ ആസിഡ് എന്ന് വിളിക്കുന്നത്. അമോണോ ആസിഡ്സ്, thus all ammonium salts behaves as ammono acids, while all metal amides, metal imides and metal nitrates behaves as അമോണോ ബേസസ് ഇൻ ലിക്വിഡ് അമോണിയ. പിന്നെ അതിൻ്റെ റിയാക്ഷൻസും ആണ് നമ്മൾ പറഞ്ഞത്. അമോണോ ബേസിൻ്റെയും അമോണോ ആസിഡുകളുടെയും റിയാക്ഷൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ചില റിയാക്ഷൻസ്, അതായത് അമോണിയം സാൾട്ട്സ് ഇൻ ലിക്വിഡ് അമോണിയ ആക്ട് ആസ് ആസിഡ്സ് ആൻഡ് ന്യൂട്രലൈസ് മെറ്റൽ അമൈഡ്സ്, ഇമൈഡ്സ് ആൻഡ് നൈട്രേറ്റ്സ് ആക്ട് ആസ് ബേസസ് ടു ഫോം സാൾട്ട്സ്. നമ്മൾ വാട്ടറിനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ അസറ്റമൈഡും യൂറിയയും act as acids and neutralize alkali amides which act as bases to form salt. അസറ്റമൈഡും യൂറിയയും നമ്മൾ വാട്ടറിൽ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അമോണോ ആസിഡുകളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ആൽക്കലി അമൈഡ്സിന് എന്ത് ചെയ്യുന്നു, ന്യൂട്രലൈസ് ചെയ്തിട്ട് സാൾട്ട് ഫോം ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ആണ്. നമ്മൾ വാട്ടറിൽ പറയുന്ന റിയാക്ഷൻസിൻ്റെ നേരെ റിവേഴ്സ് റിയാക്ഷനാണ് അമോണിയയിൽ നടക്കുക. Reaction which occur in a reverse manner to what happens in aqueous solution. Reaction between solutions of AgCl and potassium nitrate and KCl is precipitated. This അതായത് നമ്മൾ വാട്ടറിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇവിടെ KCl ആണ് എന്ത് ചെയ്യുന്നത്, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. വേറെയും എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു. 2AgCl plus BaNO3 twice gives BaCl2 precipitated plus 2AgNO3. പിന്നെ വാട്ടറിൽ നടക്കാത്ത അമോണിയയിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട് കുറച്ച്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ നമ്മൾ പറഞ്ഞത് വാട്ടറിലെ പോലെ നടക്കുന്ന ചില റിയാക്ഷൻസ് ഉണ്ട് അമോണിയയിൽ, അതിനുള്ള എക്സാമ്പിളും പറഞ്ഞു. പിന്നെ നമ്മൾ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, അതായത് സിങ്കിൻ്റെ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻ പറഞ്ഞു. അതുപോലെ സിൽവറിൻ്റെ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻ പറഞ്ഞു. അമോണോലൈറ്റിക് റിയാക്ഷൻസ് പറഞ്ഞു. അതുപോലെ അമോണോലൈറ്റിക്കും അമോണേഷനും അമോണിയേഷൻ റിയാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും റിയാക്ഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് ഇതോടെ അമോണിയയുടെ ലിക്വിഡ് അമോണിയയുടെ റിയാക്ഷൻസ് ഇവിടെ തീരുകയാണ്. ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ലിക്വിഡ് അമോണിയ ആസ് എ സോൾവെൻറ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ്, ദ ഫാക്ട് ദാറ്റ് ആൽക്കലി മെറ്റൽസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് അമോണിയ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി അപ്പാരൻറ്റ് കെമിക്കൽ റിയാക്ഷൻ ഈസ് എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് ലിക്വിഡ് അമോണിയ ആസ് എ സോൾവെൻറ്റ് ഫോർ ദ റിയാക്ഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞതാണ് ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബ്ലൂ കളേർഡ് സൊല്യൂഷൻസ് ഉണ്ടാവുന്നു എന്നുള്ള കേസൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ലിക്വിഡ് അമോണിയയുടെ. ഡിസോൾവ്ഡ് മെറ്റൽസ് ക്യാൻ ബി റിക്വയർഡ് ഫ്രം ദ സൊല്യൂഷൻ അപ്പോൺ ഇവോപ്പറേറ്റിംഗ് ഓഫ് ദ സോൾവെൻറ്റ് അമോണിയ. അപ്പോൾ ഈ ആൽക്കലി മെറ്റൽസ് എന്ത് ചെയ്യാം, ലിക്വിഡ് അമോണിയയിൽ എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു. ആൻഡ് ദിസ് ക്യാൻ ബി റിക്കവേർഡ് വെൻ ദ സോൾവെൻറ്റ് അമോണിയ ഈസ് ഇവോപ്പറേറ്റഡ്. അതായത് സോൾവെൻറ്റ് അമോണിയനെ ഇവോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൽക്കലി മെറ്റൽസിനെ റിക്കവർ ചെയ്യാം. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബീയിങ് പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്സ്, സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ക്യാൻ ബ്രിങ് അബൌട്ട് മെനി റിഡക്ഷൻസ് വിച്ച് ആർ നോട്ട് പോസിബിൾ ഇൻ അക്വസ് സൊല്യൂഷൻസ്. ഓക്കെ, അതായത് അക്വസ് സൊല്യൂഷൻസിൽ പറ്റാത്ത പല റെഡ്യൂസിങ് റിയാക്ഷൻസും പല റിഡക്ഷൻസും നമുക്ക് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയയിൽ ചെയ്യാൻ പറ്റും.
Being powerful reducing agents, solutions of alkali metals in liquid ammonia can bring about many reductions which are not possible in aqueous solutions. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് സാൾട്ട്സ് ജനറലി ഷോ എ സ്മോളർ ടെൻഡൻസി ടു അണ്ടർഗോ സോൾവോളിസിസ് ഇൻ ലിക്വിഡ് അമോണിയ ദാൻ വാട്ടർ. സാൾട്ടിന് അമോണിയയിൽ എന്താണ് ഇഷ്ടം? സോൾവോളിസിസ് നടക്കുന്നതിനാണ് ഇഷ്ടം. ഷോ എ സ്മോളർ ടെൻഡൻസി ടു അണ്ടർഗോ സോൾവോളിസിസ് ഇൻ ലിക്വിഡ് അമോണിയ ദാൻ വാട്ടർ. ഓക്കെ. നാലാമത്തെ പോയിന്റ്, ദ ഫാക്ട് ദാറ്റ് സം ഓഫ് ദ ഹാലൈഡ്സ് സൾഫൈഡ്സ് എക്സെട്ര while being soluble in water or insoluble in liquid ammonia enables the precipitation from liquid ammonia medium in preparative inorganic industry. അതായത് വാട്ടറിൽ സോലിബിൾ ആയിട്ടുള്ള ചില ഹാലൈഡ്സ് ലിക്വിഡ് അമോണിയയിൽ എന്തായിരിക്കും? ഇൻസോലിബിൾ ആയിരിക്കും. ആൻഡ് എനേബിൾസ് ദ പ്രസിപ്പിറ്റേഷൻ ഫ്രം ലിക്വിഡ് അമോണിയ മീഡിയം. അതായത് നമ്മൾ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ വാട്ടറിൽ അത് ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൽ വാട്ടറിൽ പ്രസിപ്പിറ്റേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലിക്വിഡ് അമോണിയയിൽ ആ കോമ്പൗണ്ട് ഇൻസോലുബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലിക്വിഡ് അമോണിയയിൽ അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. അതായത് ചില ഹാലൈഡ്സും സൾഫൈഡ്സും ഒക്കെ വാട്ടറിൽ സോല്യൂബിൾ ആയതുകൊണ്ട് വാട്ടറിൽ നമുക്കതിനെ പ്രസിപ്പിറ്റേഷൻ നടത്താൻ പറ്റില്ല. പകരം അത് ചിലപ്പോൾ ലിക്വിഡ് അമോണിയയിൽ ഇൻസോല്യൂബിൾ ആണെങ്കിൽ അവിടെ എന്ത് നടക്കും? പ്രസിപ്പിറ്റേഷൻ നടക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ലിക്വിഡ് അമോണിയയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് ലിക്വിഡ് അമോണിയയുടെ അഡ്വാൻറ്റേജസ്. അതായത് ലിക്വിഡ് അമോണിയ ഒരു സോൾവെൻ്റ് എന്ന നിലയിലുള്ള അഡ്വാൻറ്റേജസ് ആണ് 4. ഒന്നാമത്തത്, ആൽക്കലി മെറ്റൽസ് എന്ത് ചെയ്യുന്നു? ലിക്വിഡ് അമോണിയയിൽ വേറെ ഫർദർ റിയാക്ഷനോ കെമിക്കൽ ഒന്നും നടക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു? ഇതിൽ ഡിസോൾവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ മെറ്റലിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ആൽക്കലി മെറ്റൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, ലിക്വിഡ് അമോണിയയിൽ ആൽക്കലി മെറ്റൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആണ് ആൽക്കലി മെറ്റൽ സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. അതുപോലെ സാൾട്ട്സ് ജനറലി ഷോ സ്മോളർ ടെൻഡൻസി ടു അണ്ടർഗോ സോൾവോളിസിസ് ഇൻ ലിക്വിഡ് അമോണിയ ദാൻ ഇൻ വാട്ടർ. നാലാമത്തത്, ഹാലൈഡ് സൾഫൈഡ്സ് വാട്ടറിൽ സോലുബിൾ ആണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രസിപ്പിറ്റേഷൻ നമുക്ക് ലിക്വിഡ് അമോണിയയിൽ ഈ പറഞ്ഞ കോമ്പൗണ്ടുകളൊക്കെ ഇൻസോലുബിൾ ആണെങ്കിൽ ലിക്വിഡ് അമോണിയയിൽ നമുക്കിതിൻ്റെ പ്രസിപ്പിറ്റേഷൻ നടത്താം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ലിക്വിഡ് അമോണിയ ആസ് എ സോൾവെൻറ്റ്. A temperature lower than -33.5 degrees Celsius has to be maintained to carry out any reaction in liquid ammonia because its liquid range is from -77.7 to -33.5. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ വാട്ടറിൻ്റെയും അതുപോലെ കുറച്ച് സോൾവെൻറ്റുകളുടെയൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടേബിളൊക്കെ വരച്ചിട്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ലിക്വിഡ് അമോണിയയുടെ ആ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്, ലിക്വിഡ് റേഞ്ച് എന്ന് പറയുന്നത് -77.7 to -33.5 ആണ്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻസ് നമ്മളിപ്പോൾ കുറേ റിയാക്ഷൻസ് പറഞ്ഞു, ലിക്വിഡ് അമോണിയയിൽ നടക്കുന്ന റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസൊക്കെ നമ്മൾ നടത്തണമെങ്കിൽ ടെമ്പറേച്ചർ ഏത് റേഞ്ചിലായിരിക്കണം? -33.5 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതതിൻ്റെ ലിമിറ്റേഷൻ തന്നെയാണ്. കാരണം അത്രയും ബിലോ ടെമ്പറേച്ചറിൽ വേണം നമ്മൾ എന്ത് നടത്താൻ? ആ റിയാക്ഷൻസ് നടത്താൻ. ഇനി സിൻസ് ലിക്വിഡ് അമോണിയ ഈസ് ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചർ, എ മോയ്സ്റ്റ് ഫ്രീ അറ്റ്മോസ്ഫിയർ must be ensured to carry out reactions in it. So reactions have to be carried out in sealed tubes. നമ്മൾ വാട്ടറിൽ നടത്തുന്ന അത്ര എളുപ്പമല്ല ലിക്വിഡ് അമോണിയയിൽ റിയാക്ഷൻ നടത്തുന്നത്. കാരണം ലിക്വിഡ് അമോണിയ ഹൈഗ്രോസ്കോപ്പിക് ആണ്. അതായത് മോയിസ്റ്റ് ഫ്രീ അറ്റ്മോസ്ഫിയർ വേണം നമ്മൾ ആ റിയാക്ഷൻ നടത്തണമെങ്കിൽ. നമുക്ക് അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലെ ആ റിയാക്ഷൻ നടത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ സീൽഡ് ട്യൂബിലാണ് നമ്മൾ ഈ റിയാക്ഷൻസ് നടത്തുക. മൂന്നാമത്തത്, ദ സ്ട്രോങ് പഞ്ചൻ്റ് ഓർഡർ ഓഫ് ലിക്വിഡ് അമോണിയ മേക്സ് വർക്ക് ക്യുംബർസം ഫോർ പേഴ്സൺസ് യൂസിങ് ഇറ്റ്. നമുക്ക് അമോണിയയുടെ സ്മെല്ല് നമുക്കറിയാം. നമ്മൾ ലാബിൽ കയറിയാൽ അമോണിയയുടെ സ്മെല്ല് നമുക്ക് ഒരു വൃത്തികെട്ട സ്മെല്ലാണ് അമോണിയയ്ക്ക്. അത് നമ്മളെ മൂക്കിലേക്കാണ്ട് കയറിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു എഫക്റ്റാണ് ഉണ്ടാവുക.
അപ്പോൾ അങ്ങനെയുള്ള ഒരു പഞ്ചൻ്റ് ഓർഡറുള്ള ലിക്വിഡ് അമോണിയ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു സബ്സ്റ്റൻസുമായിട്ട് കോണ്ടാക്റ്റിലൊക്കെ വരിക അല്ലെങ്കിൽ അത് ശ്വസിക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതാണ് ലിക്വിഡ് അമോണിയയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. ഇതോടെ ലിക്വിഡ് അമോണിയയുടെ ടോപ്പിക്ക് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു നോൺ അക്വസ് സോൾവെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.